ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെങ്കിൽ, ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ തുടരണമോ അതോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അതിനായിട്ട് ഞാനിവിടെ 2 ക്യാൻഡിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു ഓറഞ്ച് ക്യാൻഡിൽ ആണ്, ഇതൊരു യെല്ലോ ക്യാൻഡിൽ ആണ്. ഇതിൽ ഏതിനോടാണോ നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുത്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആദ്യം ഓറഞ്ച് ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം. ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് ആവർത്തിച്ചു കൊണ്ടുവരിക, ശേഷം റീഡിംഗ് കാണുക. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ, എന്താണ് യൂണിവേഴ്സിന് നിങ്ങളുടെ ഈ ഒരു സമയത്ത് പറയാനായിട്ടുള്ളത് നമുക്ക് നോക്കാം. എംപ്രസ്, വീൽ ഓഫ് ഫോർച്യൂൺ, Ace of Wands, Two of Pentacles. ഓക്കെ, നമുക്കിവിടെ 4 കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയിരിക്കുന്ന ഉത്തരം യൂണിവേഴ്സിൻ്റെ. നമുക്കിവിടെ ആദ്യം എംപ്രസ് എനർജിയാണ് കിട്ടുന്നത്. ഇത് നിങ്ങളുടെ എനർജിയാണ് കിട്ടുന്നത്. ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രമിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ബന്ധം നല്ല രീതിയിൽ വീണ്ടും ശരിയായ രീതിയിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു കഴിവും നിങ്ങൾക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലും ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് നിങ്ങളാണ് ഇവിടെ കൂടുതൽ എനർജി ഇടുന്നതായിട്ടും കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ബന്ധം ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നതെങ്കിലും, അതായത് ഈ ഒരു സമയത്ത് ടു ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഒക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമോ അതോ മൂവ് ഓൺ ചെയ്യണമോ, ഞാൻ എന്താണ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു വ്യക്തത കിട്ടാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പുതിയ തുടക്കം ഈ ഒരു ബന്ധത്തിൽ വരും എന്നുള്ളതാണ്. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട്. അതായത് സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇത് തരുന്നത്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് ഈ ഒരു ബന്ധത്തിൽ അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് ത്യാഗം സഹിച്ചൊരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മാറ്റം, വലിയ തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഏത് വ്യക്തിയെയാണോ ആഗ്രഹിച്ചത് ആ ഒരു വ്യക്തിക്ക് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. കൂടാതെ ഏസ് ഓഫ് വാൻഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഇത്രയും കാലം ഏത് രീതിയിലാണോ ഈ ഒരു ബന്ധം പോയത് അതിൽ നിന്നും നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ കടന്നു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ പറഞ്ഞൊരു എംപ്രസ് എനർജിയിലോട്ടൊക്കെ നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങൾ ആകുമെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയിലോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് എന്തെങ്കിലും ഒരു ജോബിനൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് വരുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഒരു ബന്ധത്തിൽ നിങ്ങളിപ്പോൾ ഏത് ബന്ധത്തിലാണോ നിൽക്കുന്നത് ആ ഒരു ബന്ധത്തിൽ ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് വളരെ താമസിയാതെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടി നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് സൂചനയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓറഞ്ച് ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതാണ്. അടുത്ത് നമുക്ക് യെല്ലോ ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്ന് നോക്കാം.
ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് റീഡിങ് കാണുക. Ten of Cups, Nine of Swords, Two of Wands, Ten of Wands. ഓക്കെ, നമുക്ക് ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. തുടക്കത്തിൽ വളരെയധികം സന്തോഷപൂർണ്ണമായ ഒരു ബന്ധമായിരുന്നു ഇതെന്ന് കാണിക്കുന്നുണ്ട്. തുടക്കത്തിൽ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരുന്നു ഈ ഒരു ബന്ധത്തിൽ. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നയൻ ഓഫ് സോർട്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്കിതൊരു ബുദ്ധിമുട്ടായി തീർന്നു. ഈ ഒരു സമയത്ത് നിങ്ങളുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു ഉറക്കമില്ല. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുന്നു. മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾ ഒരുപാട് കരയുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിക്കായിട്ട്. ടു ഓഫ് വാൻഡ്സിന്റെ എനർജി കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കരിയറിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനി ഒരു വ്യക്തമായ ഒരു പ്ലാനിങ് വേണമെന്ന് കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവരുടെ കൺട്രോളിൽ ആയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് വേണ്ട എന്നുള്ളൊരു സൂചനയാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. കൂടാതെ ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് ടെൻ ഓഫ് വാൻഡ്സ് ആണ്. അതായത് അമിതമായ ഭാരം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഉത്തരവാദിത്വം നിങ്ങൾ ഒരുമിച്ച്, അതായത് ഇവിടെ നിങ്ങൾ മാത്രം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായി മാറുമെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ നടന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ പോരാ, നിങ്ങൾ ഇനി ആർക്കാണ് ഇനി പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പുറത്തു നിന്നുള്ള ഒരു വ്യക്തിക്കുമല്ല, നിങ്ങൾക്ക് തന്നെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഒരു ഡിസിഷൻ എടുക്കാനായിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് സമാധാനം, സന്തോഷം ഇതൊന്നും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരിക എന്നുള്ളൊരു സൂചനയാണ് കിട്ടുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമയം നിങ്ങൾക്കൊരു റെസ്റ്റിംഗ് പീരീഡ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്രമത്തിന്റെ ആവശ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങളാൽ കഴിയുന്ന വിധം ട്രൈ ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ എത്രയൊക്കെ നിങ്ങൾ നോക്കിയിട്ടും ഇതിലിവിടെ നിങ്ങൾ വിചാരിച്ച രീതിയിലൊന്നും നടക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ തിരഞ്ഞെടുത്തവർക്കായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.